പ്രിലോക്സ് റൂൾ ഒന്ന് നോക്കാം കേട്ടോ ജസ്റ്റ്. അപ്പോൾ ഇതിൽ പറയുന്നത് ആർ ഗ്രൂപ്പ് CO-ൽ ആർ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ആർ ഗ്രൂപ്പും അപ്പുറത്ത് ലാർജ് സ്മോൾ മീഡിയം എന്ന് പറഞ്ഞ ഗ്രൂപ്പുകൾ കൈറൽ സെൻറ്ററിൽ ഉണ്ടാവും. അപ്പോൾ ആ ആർ ഗ്രൂപ്പും എൽ ഗ്രൂപ്പും ആൻറ്റി ആവണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ ന്യൂക്ലിയോഫൈൽ സ്മോൾ ഗ്രൂപ്പ് ഏത് സൈഡിലാണോ ഉള്ളത്, ഇപ്പോൾ സ്മോൾ ഗ്രൂപ്പ് എബവ് ദ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയോഫൈൽ എബവ് ദ പ്ലെയിനിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അല്ല സ്മോൾ ഗ്രൂപ്പ് ബിലോ ദ പ്ലെയിൻ ആണെങ്കിൽ സ്മോൾ ഗ്രൂപ്പ് ഏത് സൈഡിലാണോ ഉള്ളത് ആ സൈഡിൽ നിന്ന് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ബിലോയിൽ നിൽക്കുമ്പോൾ നമ്മൾ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് ബിലോ ദ പ്ലെയിനിൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇത് നമ്മളൊരു ആസിഡാണ്, ആസിഡും ആൽക്കഹോളാണിത്. ആൽക്കഹോളും കൂടിയിട്ട് ആഡ് ചെയ്തപ്പോൾ എനിക്കൊരു ആൽഫ കീറ്റോ എസ്റ്റർ കിട്ടി. ഈ എസ്റ്ററിൽ എനിക്ക് മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്, ലാർജ് ഗ്രൂപ്പും ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഇത് എഴുതി വന്നപ്പോൾ എയും എല്ലും എന്ത് തന്നെയാണ്, ആൻറ്റി ആണ്. ഇൻ കേസ് ഇവർ ആൻറ്റി അല്ലെങ്കിൽ ഞാൻ ഇതിനൊന്ന് ഈ ഭാഗം ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇതിനെ ആൻറ്റി ആക്കി മാറ്റണം. ഇത് ഓൾറെഡി ഇപ്പോൾ ആൻറ്റി, എം ഇവിടെയാണ്, എല്ല് ഇവിടെയാണ്. അപ്പോൾ ഇനി എനിക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ഗ്രിഗ്നാർ റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താ നടക്കുക എന്നാണ്. അപ്പോൾ ഗ്രിഗ്നാർ റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 CO ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2 CO ഗ്രൂപ്പും ഇലക്ട്രോഫിലിക്കാണ്. വിച്ച് ഈസ് മോർ ഇലക്ട്രോഫിലിക് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ CO ഗ്രൂപ്പിന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ ഇവിടെ ഓക്സിജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അത് ഡൊണേറ്റ് ചെയ്തോളൂ. അപ്പോൾ ഈ കാർബണാണ് മോർ ഇലക്ട്രോഫിലിക്. അപ്പോൾ ഇതിലാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂക്ലിയോഫൈൽ വരുന്നത് ഇപ്പോൾ നമുക്കറിയാം സ്മോൾ ഏത് സൈഡിലാണോ ഉള്ളത് സ്മോളിൻ്റെ പൊസിഷൻ കൂടെ വേണം ഫിനൽ ഗ്രൂപ്പ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്മോൾ എബവ് ദ പ്ലെയിനിലായ കാരണം എനിക്ക് pH എന്തിൽ വന്നു, എബവ് ദ പ്ലെയിനിൽ ന്യൂക്ലിയോഫൈൽ വന്നു. ദെൻ ബാക്കി ആരുണ്ട്, OMGBr ഉണ്ട്. അത് O- ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല, OMGBr ഉണ്ട്. ഇനി ഞാനിതിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ഈ O- എന്താവും, എച്ചിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് OH ആയിട്ട് മാറി. ദെൻ അതെന്തെന്നായി, പഴയ പോലെ ആസിഡും ആൽക്കഹോളും ആയിട്ട് മാറി. ഹൈഡ്രോളിസിസ് നടത്തിയപ്പോൾ നമ്മൾ എസ്റ്റർ ഹൈഡ്രോളിസിസ് പഠിച്ചില്ലേ. എസ്റ്ററിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആസിഡും ആൽക്കഹോളും ആയിട്ട് മാറും. അതുതന്നെയാണ്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. സ്മോൾ ഏത് സൈഡിലാണോ ഉള്ളത് സ്മോളിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ വരുന്ന ആൾ ഇലക്ട്രോഫൈൽ ന്യൂക്ലിയോഫൈൽ സ്മോളിൻ്റെ സൈഡിൽ കൂടെ വരും. ഇപ്പോൾ pH ആണ് ന്യൂക്ലിയോഫൈൽ ഏതിൻ്റെ സൈഡിൽ കൂടെ വന്നത്, സ്മോൾ എബവ് ദ പ്ലെയിൻ ആയ കാരണം എബവ് ദ പ്ലെയിനിൽ വന്നിട്ട് അറ്റാക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ 2 കണ്ടീഷനുള്ളത്, ആർ ഗ്രൂപ്പും എൽ ഗ്രൂപ്പ് ലാർജ് ഗ്രൂപ്പും ആൻറ്റി ആവണം. ദെൻ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് സ്മോളിൻ്റെത് ഏത് പൊസിഷനാണോ സ്മോളിൻ്റെ സൈഡിൽ കൂടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റീരിയോ സെലക്റ്റീവ് ആണ്. ഇത് മേജർ പ്രൊഡക്റ്റ് ആണ്, മൈനർ പ്രൊഡക്റ്റും ഉണ്ടാവും അല്ലേ. മൈനർ പ്രൊഡക്റ്റ് എന്തായിരിക്കും, pH ബിലോയും OH എബവിലും വരുന്ന റിയാക്ഷനാണ്. ദെൻ ഇതിന് വേറൊരു എക്സാമ്പിൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ആസിഡാണ്, ആസിഡും ആൽക്കഹോളും ചേർത്തിട്ട് എനിക്ക് അപ്പോൾ ഞാനെല്ലാം കൂടി ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട്. അത് സ്റ്റെപ്പ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ എനിക്ക് ആൽഫ കീറ്റോ എസ്റ്ററിന് കിട്ടി. ദെൻ ഇതിലിപ്പോൾ നോക്കിയാൽ അറിയാം ലാർജ് ഗ്രൂപ്പ് ഏതാ, ഫിനൽ ഗ്രൂപ്പ് അല്ലേ. ഫിനൽ ഗ്രൂപ്പും CH3 ആൻറ്റി ആണോ, അല്ല. ഫിനൽ ഗ്രൂപ്പ് Hൻ്റെ ഭാഗത്തേക്ക് വന്നാലേ ആൻറ്റി ആവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനൊന്ന് ആൻറ്റി ആക്കാൻ ജസ്റ്റ് ഇതിനൊന്ന് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ. pH അപ്പോൾ എന്താവും, പ്ലെയിനിൽ വരും, H ഇങ്ങനെ കറക്കുക ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുക. അപ്പോൾ CH3 ഇങ്ങോട്ട് വരും, CH3 ബിലോ ദ പ്ലെയിനിലാവും, H എബവ് ദ പ്ലെയിനിലാവും. അപ്പോൾ സെറ്റായി. അപ്പോൾ സ്മോൾ ഗ്രൂപ്പ് H എന്തായി, എബവ് ദ പ്ലെയിനിലായി. Hനെ എബവ് ദ പ്ലെയിനിലാക്കലല്ല നമ്മുടെ ഉദ്ദേശം. CH3നെയും ലാർജ് ഗ്രൂപ്പിനെയും ആൻറ്റി വരുത്തല. അപ്പോൾ ഇതിൽ ആൻറ്റി അല്ലാത്ത കാരണം അതിനെ ആൻറ്റി ആക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ രൂപത്തിൽ എനിക്ക് കിട്ടി. ദെൻ ഞാനതിൽ RMgX ഗ്രിഗ്നാർ റിയേജൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ ET ഗ്രൂപ്പ് ഏതിൽ കൂടെ വരും, ഇതിൽ ബിലോ ദ പ്ലെയിൻ ആണ്, എബവ് ദ പ്ലെയിനിലാണ് നമ്മളെ ലോവർ പ്രയോറിറ്റി ഉള്ള ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ H ഏതിലാണോ ഉള്ളത് Hൻ്റെ സൈഡിൽ കൂടെ ET വന്നു. അപ്പോൾ അത് എബവ് ദ പ്ലെയിനിൽ വന്നില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ പഴയപടിയാക്കണം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പൊസിഷൻ, അതായത് ന്യൂക്ലിയോഫൈൽ എവിടെ വന്ന് അറ്റാക്ക് ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിനെ ആൻറ്റി ആക്കി മാറ്റിയത്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, പഴയ പോലെ തന്നെ ആക്കുക. ഇത് ET നമുക്ക് ഓക്കെ ആയി, എബവ് ദ പ്ലെയിൻ വന്നു, കാരണം H എബവ് ദ പ്ലെയിനിലായ കാരണം. എന്നിട്ട് ഈ ഭാഗം തിരിച്ചെന്ത് ചെയ്യുക, പഴയ പോലെ തന്നെ ആക്കുക. പഴയ പോലെ എന്ന് പറയുമ്പോൾ H ഓൺ ദ പ്ലെയിന്, pH ബിലോ ദ പ്ലെയിന്, CH3 എബവ് ദ പ്ലെയിന്. ദെൻ ഞാൻ അതിൽ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായി മാറി, ഇവിടെ ഒരു ET ഉണ്ട്. ദെൻ ഇത് OH ആയിട്ട് മാറി, MGBr O- ആയി, MGBr ലീവ് ചെയ്ത് പോയി, OH ആയിട്ട് മാറി. ദെൻ ഞാൻ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആസിഡും ആൽക്കഹോളും കിട്ടും. അപ്പോൾ ആസിഡ് എങ്ങനെയായിരിക്കും, ET എബവ് ദ പ്ലെയിൻ, കാരണം H എബവ് ദ പ്ലെയിനിലായിരുന്നു. അപ്പോൾ ആൻറ്റി ആക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആൻറ്റി ആക്കണത്. എന്തിനാ വെച്ചാൽ എവിടെ വന്നിട്ട് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്ന അറിയാനാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പോർഷൻ എന്തെന്നെ ചെയ്യുക, പഴയ പോലെ തന്നെ ആക്കുക. അപ്പോൾ പഴയ പോലെ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഞാൻ വീണ്ടും ആക്കി,
എന്നിട്ട് ആസിഡും കിട്ടും ആൽക്കഹോളും കിട്ടും. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ എവിടെ വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് അറിയാനാണ് നമ്മൾ ഈ പ്രിലോക്സ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കണ്ടീഷനുള്ളത്. ആർ ഗ്രൂപ്പും എൽ ഗ്രൂപ്പും ആൻറ്റി ആക്കി വെക്കുക. ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യേണ്ടത് സ്മോൾ ഗ്രൂപ്പിൻ്റെ സൈഡിൽ കൂടെയാണ്.